Good afternoon. Good afternoon, ma'am. Good afternoon. കുറച്ച് പേര് കേറിയിട്ടുള്ളല്ലോ. ഇത്രയും പേരുള്ള Good afternoon. Okay. ഫുഡ് കഴിച്ചോ എല്ലാവരും? കഴിച്ചല്ലേ? ഓക്കെ. ഉറക്കം വരുന്നുണ്ടോ? കഴിഞ്ഞുള്ള ക്ലാസ് ആയതുകൊണ്ട് ഉറക്കം വരുന്നുണ്ടോ ആർക്കെങ്കിലും? ക്ലാസ് തുടങ്ങുമ്പോഴായിരിക്കുമല്ലോ ഉറക്കം വരുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇനി ബേസിസ് ഓഫ് കമ്പ്യൂട്ടറിൽ 2 പോയിന്റ് കൂടി നമുക്ക് പറയാനുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് നോക്കിയിട്ട് നെക്സ്റ്റ് പുതിയ ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, അപ്പോ 7th പോയിന്റ് തൊട്ടല്ലേ പറയേണ്ടത്? പാസ്വേഡ് അറ്റാക്സ് നമ്മൾ പറഞ്ഞു നിർത്തിയതല്ലേ? ഓക്കെ, അപ്പോ 7th പോയിന്റ് നോക്കിക്കോളൂ. ഇൻസൈഡർ ത്രെഡ്സ്. Insider threats means risk posed by individuals within an organization who have authorized entry into systems or sensitive data. These threats can rise from spiteful intent, negligence, and unthinking actions that compromise security. Insider threats എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്ഥാപനത്തിനുള്ളിലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികള് സ്ഥാപനത്തിലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയിലേക്കോ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനെയോ അറ്റാക്ക് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ എന്താണ് അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി നടത്തുന്നതിനെയാണ് ഇൻസൈഡർ ത്രെഡ്സ് എന്ന് പറയുന്നത്. എന്താ പഠിച്ചത് നമ്മള്? ഒരു സ്ഥാപനത്തിനുള്ളിലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികള്, സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യുന്നുണ്ട്? സ്ഥാപനത്തിനുള്ളിലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയിലേക്കോ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനെയോ അറ്റാക്ക് ചെയ്യുന്നു. ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി നടത്തുന്നു. അതിനെയാണ് ഇൻസൈഡർ ത്രെഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി മിസ് പറയാം. ഒരു സ്ഥാപനത്തിനുള്ളിലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ സ്ഥാപനത്തിലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയിലേക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനെയോ അറ്റാക്ക് ചെയ്യുന്നതിനെ ഓർ അല്ലെങ്കിൽ എന്താണ് അൺഓതറൈസ്ഡ് എൻട്രി നടത്തുന്നു. അതിലേക്ക്, ആ ഡാറ്റയിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ട് എന്താണ് എൻട്രി നടത്തുന്നു. അതിനെയാണ് ഇൻസൈഡർ ത്രെഡ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻസൈഡർ ത്രെഡ്സ്? 3 വിധത്തിലുണ്ടല്ലേ? സ്പൈറ്റ്ഫുൾ ഇന്റന്റ്, നെഗ്ലിജൻസ്, അൺതിങ്കിങ് ആക്ഷൻസ്. അങ്ങനെ 3 തരത്തിലാണ് ഇതുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? സ്പൈറ്റ്ഫുൾ ഇന്റന്റ്. എന്താണ് സ്പൈറ്റ്ഫുൾ ഇന്റന്റ് എന്ന് പറഞ്ഞാല്? മനഃപൂർവമായിട്ട് ഉള്ള ഉദ്ദേശം. അതാണ് സ്പൈറ്റ്ഫുൾ ഇന്റന്റ് എന്ന് പറഞ്ഞാല്. മനഃപൂർവമായിട്ടുള്ള ഉദ്ദേശം. മനഃപൂർവമായിട്ട് ഒരു വ്യക്തി ആ സ്ഥാപനത്തിനെ നശിപ്പിക്കണം. ബോധപൂർവമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോധത്തോട് കൂടിയിട്ടാണ് ആ സ്ഥാപനത്തെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഡാറ്റയിൽ എൻട്രി നടത്തുന്നതിനെയാണ് സ്പൈറ്റ്ഫുൾ ഇന്റന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനഃപൂർവമായിട്ട്, ബോധപൂർവമായിട്ട് ഒരു വ്യക്തി ആ സ്ഥാപനത്തിനെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഡാറ്റയിലേക്ക് എൻട്രി ചെയ്യുന്നതിനെയാണ് സ്പൈറ്റ്ഫുൾ ഇന്റന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താണ് നെഗ്ലിജൻസ്? രണ്ടാമത് പറയുന്നതാണ് നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനഃപൂർവമല്ലാതെ അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിലൂടെ ഡാറ്റയിൽ എൻട്രി നടത്തുന്നതിനെയാണ് നെഗ്ലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാല് മനഃപൂർവമല്ലാതെ
അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിലൂടെ ഡാറ്റയിൽ എൻട്രി നടത്തുന്നു. അതാണ് നെഗ്ലിജൻസ്. ഓക്കെ ആണോ? രണ്ട് കാര്യങ്ങളും കിട്ടിയോ? സ്പൈറ്റ്ഫുൾ ഇന്റന്റും നെഗ്ലിജൻസും. ഓക്കെ ആണോ? ഓക്കെ. ഇനി അൺതിങ്കിങ് ആക്ഷൻസ് അല്ലെ, ലാസ്റ്റ് വൺ ആണ് അൺതിങ്കിങ് ആക്ഷൻസ്. അൺതിങ്കിങ് ആക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ചിന്തിക്കാതെയുള്ള പ്രവർത്തനം അല്ലെ. ഇപ്പോ ഒരു സ്ഥാപനത്തിലെ മേലധികാരി ഈ ഡാറ്റ എന്ത് ചെയ്യാണ്? ചോർത്താനായിട്ട് നമ്മള് ഇപ്പോ ഇൻസൈഡർ ത്രെഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു സ്ഥാപനത്തില് ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരാൾക്ക് ചോർത്തി കൊടുക്കുന്നുണ്ട് അല്ലെ. ചാരപ്പണി നടത്തുന്നില്ലേ? സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ചാരപ്പണി നടത്തുന്നത്. മനസ്സിലായില്ലേ? ക്ലിയർ ആയോ? എക്സാമ്പിള് ഇൻസൈഡർ ത്രെഡ്സിലെ എക്സാമ്പിൾ ആണോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? സ്ഥാപനത്തിനെതിരായിട്ട് ഒരു വ്യക്തി ചാരപ്പണി നടത്തുക. സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ അങ്ങനെ ഇൻസൈഡർ ത്രെഡ്സിന്റെ 3 കാര്യങ്ങൾ, അതിൽ ഉൾപ്പെടുന്ന 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അടുത്തത് നോക്കിയത്. സ്പൈറ്റ്ഫുൾ ഇന്റന്റ്, നെഗ്ലിജൻസ്. രണ്ടും പറഞ്ഞു കഴിഞ്ഞു. ഇനി അൺതിങ്കിങ് ആക്ഷൻസ്, ചിന്തിക്കാതെയുള്ള പ്രവർത്തനം. അതാണ് അൺതിങ്കിങ് ആക്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്താണ്? ഇപ്പോ ഒരു സ്ഥാപനത്തില് മേലധികാരി എന്താണ്? മേലധികാരി അവിടെ വർക്ക് ചെയ്യുന്ന ആളോട് അല്ലെങ്കിൽ അവിടെ ചാരപ്പണി നടത്തുന്ന ആളോട് ഭയങ്കര ഷൗട്ടായിട്ട് സംസാരിക്കുകയും ആ വ്യക്തിക്ക് തിരിച്ചെന്ത് തോന്നും? മേലധികാരിയോട് ദേഷ്യം തോന്നില്ലേ? തിരിച്ച് ദേഷ്യം തോന്നുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇയാള് അശ്രദ്ധമായിട്ട് ഡാറ്റ കൈകാര്യം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അതാണ് അൺതിങ്കിങ് ആക്ഷൻസ്. ഓക്കെ ആണോ? മേലധികാരി എന്ത് ചെയ്യുന്നത്? ഷൗട്ടായിട്ട് ഈ വ്യക്തിയോട്, അവിടെ എന്താണ് ഡാറ്റ ചോർത്തുന്ന ആളോട് അല്ലെങ്കിൽ ചാരപ്പണി നടത്തുന്ന ആളോട് ഭയങ്കര ഷൗട്ടായിട്ട് സംസാരിക്കുമ്പോൾ തിരിച്ച് ഈ വ്യക്തിക്കും അവരോട് എന്ത് തോന്നുന്നുണ്ട്? ദേഷ്യം തോന്നുന്നുണ്ട് അല്ലെ. ദേഷ്യം തോന്നും. അപ്പോ അങ്ങനെ ദേഷ്യം തോന്നുമ്പോ ആ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? അശ്രദ്ധമായിട്ട് അവിടുത്തെ ഡാറ്റകള് കൈകാര്യം ചെയ്യുന്നു. അതിനെയാണ് അൺതിങ്കിങ് ആക്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇൻസൈഡർ ട്രെയിനിങ് ആണ്, ഇൻസൈഡർ ത്രെഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഇൻസൈഡർ ത്രെഡ്സ് എന്ന് പറഞ്ഞാല്? ഒരു സ്ഥാപനത്തിനുള്ളിലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികള് സ്ഥാപനത്തിലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയിലേക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനെയോ അറ്റാക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി നടത്തുന്നതിനെയാണ് ഇൻസൈഡർ ത്രെഡ്സ് എന്ന് പറയുന്നത്. ഇത് 3 തരത്തിലാണുള്ളത്. സ്പൈറ്റ്ഫുൾ ഇന്റന്റ്, നെഗ്ലിജൻസ്, അൺതിങ്കിങ് ആക്ഷൻസ്. ഇനി സ്പൈറ്റ്ഫുൾ ഇന്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇൻസൈഡർ ത്രെഡ്സിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് എന്താണ്? ഒരു സ്ഥാപനത്തിനുള്ളിൽ ഒരു വ്യക്തി എന്താണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റകള് മറ്റൊരാൾക്ക് ചോർത്തി കൊടുക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ എന്താണ് ചാരപ്പണി നടത്തുക. സിമ്പിൾ ആയിട്ട് പറയാവുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനെതിരെ ചാരപ്പണി നടത്തുന്നത്. അപ്പോ അതാണ് ഇൻസൈഡർ ത്രെഡ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി ഈ ഇൻസൈഡർ ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ 3 വിധത്തിലാണുള്ളത്. സ്പൈറ്റ്ഫുൾ ഇന്റന്റ് ഉണ്ട്, നെഗ്ലിജൻസ് ഉണ്ട്, അതുപോലെ അൺതിങ്കിങ് ആക്ഷൻസ് ഉണ്ട്. സ്പൈറ്റ്ഫുൾ ഇന്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മനഃപൂർവമായിട്ടുള്ള ഉദ്ദേശം, അല്ലെങ്കിൽ എന്താണ് മനഃപൂർവമായിട്ട് അല്ലെങ്കിൽ ബോധപൂർവമായിട്ട് ആ സ്ഥാപനത്തിനെതിരെ അല്ലെങ്കിൽ ആ സ്ഥാപനം നശിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഡാറ്റയിൽ എൻട്രി നടത്തുന്നതിനെയാണ് സ്പൈറ്റ്ഫുൾ ഇന്റന്റ് എന്ന് പറയുന്നത്. അതുപോലെ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനഃപൂർവമല്ലാതെ അശ്രദ്ധമായിട്ട് ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിലൂടെ ഡാറ്റയിൽ എൻട്രി ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഡാറ്റയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റയിൽ പെട്ടെന്ന് എൻട്രി ചെയ്ത് അങ്ങനെ സംഭവിക്കുന്നതാണ് നെഗ്ലിജൻസ്. പിന്നെ എന്താണ്? അൺതിങ്കിങ് ആക്ഷൻസ് അല്ലെ, ചിന്തിക്കാതെയുള്ള പ്രവർത്തനം. മേലധികാരി ഡാറ്റ ചോർത്തുന്ന ആളോട് ഭയങ്കര ഷൗട്ടായിട്ട് സംസാരിക്കുകയും
അതിനുശേഷം അദ്ദേഹത്തിന് തിരിച്ചും ഭയങ്കര ദേഷ്യം തോന്നുകയും ചെയ്യുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റാസ് കൈകാര്യം ചെയ്യുമ്പോൾ അത് അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നതിലൂടെ ഇങ്ങനെയുള്ള ഡാറ്റാസിൽ എൻട്രി ചെയ്യുകയും ചെയ്യുന്നു. അതാണ് തിങ്കിങ്, അൺതിങ്കിങ് ആക്ഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്, ലാസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. Unsecured Wi-Fi networks. Using unsecured or public Wi-Fi networks can reveal users to risk like data intersection, unauthorized entry, and many the middle attacks. Attackers can snatch network traffic and capture sensitive information passed through these networks. It mitigates online security threats. It is necessary to adopt security best practices like using strong and unique password, frequently updating software and applications, enabling two-factor authentications, being cautious to doubtful emails or links, and keeping awareness of current security threats, employing dependable security software, frequently backing up data, and keeping informed about the latest security practices can also help safeguard against online security threats. എന്താ പറയുന്നത്? അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക് അല്ലെ? നിങ്ങളെല്ലാവരും പബ്ലിക് ആയിട്ട് വൈഫൈ യൂസ് ചെയ്യുന്നവരാണോ? പബ്ലിക് ആയിട്ട് ഇപ്പൊ എന്താണ്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ വൈഫൈ കിട്ടുമ്പോ അല്ലെ, നെറ്റ് കിട്ടുമ്പോ നമ്മൾ യൂസ് ചെയ്യാറില്ലേ? ചെയ്യാറില്ല? ആരും ചെയ്യാറില്ല. പബ്ലിക് ആയിട്ട് നമുക്ക് വൈഫൈ കിട്ടുമ്പോ അല്ലെങ്കിൽ നെറ്റ് കിട്ടുമ്പോ പബ്ലിക് ആയിട്ട് യൂസ് ചെയ്യാറില്ല. ഒരാൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ പബ്ലിക് ആയിട്ട് വൈഫൈ യൂസ് ചെയ്യുന്ന ആളുകള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് എന്താണ്? നമ്മുടെ ഡാറ്റകൾ ഇങ്ങനെ പബ്ലിക് ആയിട്ട് വൈഫൈ യൂസ് ചെയ്യുമ്പോ പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, പബ്ലിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം. പല നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും എന്താണ്, മറ്റൊരാളെ ചോർത്താനായിട്ട് ഇടവരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഡാറ്റ ചോരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരാളെ ചോർത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. എന്തൊക്കെയാണ്? സ്ട്രോങ് പാസ്വേഡ് യൂസ് ചെയ്യണം അല്ലെ? യൂസിങ് സ്ട്രോങ് ആൻഡ് യൂണിക് പാസ്വേഡ്, സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, സോഫ്റ്റ്വെയർ, പല പല അപ്ലിക്കേഷൻസ് ഉണ്ടാവില്ലേ നമ്മുടെ ഫോണുകളിൽ, സോഫ്റ്റ്വെയർ ആയാലും അപ്ലിക്കേഷൻസ് ആയാലും എന്ത് ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെന്താണ്, തെറ്റായ ലിങ്കിൽ കയറി ഓപ്പൺ ചെയ്യാതിരിക്കുക. നമുക്കറിയാത്ത ലിങ്കിലൊന്നും കയറിയിട്ട് ഓപ്പൺ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ എന്താണ്, ഈ സുരക്ഷാ ഭീഷണിയെ കുറിച്ച് കൃത്യമായിട്ടുള്ള അവയർനെസ് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് സാധിക്കും അല്ലെ? ഇങ്ങനെയുള്ള അവയർനെസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മള് അതിൽ കൂടുതലായിട്ടും അവയർനെസ് ആവാം അല്ലെങ്കിൽ അവെയർ ആവാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പോ ഈ അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്കിലൂടെ എന്താ പറഞ്ഞത്, നമ്മള് പബ്ലിക് ആയിട്ട് വൈഫൈ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേയധികം ഡീറ്റെയിൽസ് അല്ലെ, ബാങ്ക് അക്കൗണ്ട് അതുപോലെയുള്ള ഡീറ്റെയിൽസുകള് മറ്റുള്ളവർ ചോർത്താനായിട്ട് ഇടവരുത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങള് മറ്റുള്ളവർ ചോർത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാ പറഞ്ഞത്? സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ഉപയോഗിക്കാം. അതുപോലെ എന്താ, സോഫ്റ്റ്വെയർ ആയാലും അപ്ലിക്കേഷൻസ് ആയാലും ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ്ലി എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. തെറ്റായ ലിങ്കിൽ കയറിയിട്ട് ഓപ്പൺ ചെയ്യാതിരിക്കാം. അതുപോലെയുള്ള ഇങ്ങനെയുള്ള അവയർനെസ് നമുക്ക് ലഭ്യമാക്കാം.
ഓക്കെ ആണോ? ഇത്തരം നമ്മള് പറഞ്ഞത് 2 പോയിന്റ് ആണ്. ഇൻസൈഡർ ത്രെഡ്സും ഉണ്ട്, അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്കും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ കാര്യങ്ങളും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എന്താ മോളെ? ആ 1 മിനിറ്റ് കേട്ടോ, നോക്കട്ടെ കേട്ടോ, നോക്കിട്ട് പറയാം. 1 മിനിറ്റ്. ഇപ്പൊ എടുത്തൊന്ന് വായിച്ചു നോക്കിയ 2 പോയിന്റും. ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അക്കൗണ്ടുകള് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഷ്ടിച്ചതോ ലീക്കായതോ ആയ പാസ്വേഡുകൾ ഉപയോഗിക്കുന്നു. മനസ്സിലായോ? അക്കൗണ്ടുകള് എന്താണ്, മറ്റൊരാളുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഷ്ടിച്ചതോ ലീക്കായിട്ടുള്ളതോ ആയ പാസ്വേഡുകൾ ഉപയോഗിക്കുന്നു. ഇപ്പൊ ഞാൻ എന്താണ്, മറ്റൊരാളുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോ മുൻപ് മോഷ്ടിച്ചതോ അല്ലെങ്കിൽ ലീക്ക് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പാസ്വേഡ് എടുത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നു. ഓക്കെ ആണോ? ഞാൻ മുമ്പ് മോഷ്ടിച്ചതും അതുപോലെ തന്നെ ലീക്ക് ആയിട്ടുള്ള പാസ്വേഡും ഉപയോഗിച്ച് ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നു. അതാണ് ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ്. ഓക്കെ ആണോ? വായിച്ചില്ലേ 2 പോയിന്റും? ക്ലിയർ ആണോ? ഓക്കെ ആണല്ലേ? ഇതോടുകൂടി നമ്മുടെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേജ് നമ്പർ മിസ്സിന് അറിയില്ല. ഇതിൽ കിടക്കുന്നത് ചാപ്റ്റർ നമ്പർ 9 ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എത്രയാണ് മിസ്സിന് അറിയില്ല. പേജ് നമ്പറും ചാപ്റ്റർ ഒന്ന് കാണുന്നവരൊന്ന് കമന്റ് ഇട്ടോളൂ കേട്ടോ, അറിയാത്തവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്. എടുത്തോ ചാപ്റ്റർ? മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? എല്ലാ പാഠത്തിലും ഇങ്ങനെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ? എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ?
എന്തായിരിക്കാം? പേഷ്യന്റിന്റെ സംതൃപ്തി അല്ലെ. ആ പേഷ്യന്റ് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ അവൻ സംതൃപ്തി എന്താണ്, അവൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാവാം? ഗുഡ് സർവീസ് അല്ലെങ്കിൽ ഗുഡ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ പറ്റും അല്ലെ. പിന്നെന്താണ്? ഗുഡ് ഫെസിലിറ്റീസ്, ഫെസിലിറ്റി ലഭിക്കുന്നതിലൂടെ. പിന്നെന്താ, പിന്നെന്തൊക്കെ പറയാൻ പറ്റും? നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്താണ്, അവൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാനായിട്ട് പറ്റും. പിന്നെ എഫക്റ്റീവ്നെസ്. ഓക്കെ, പിന്നെന്താണ്? പിന്നെ കെയർ മാത്രം കൊണ്ട് അവൻ സംതൃപ്തിപ്പെടാനായിട്ട് പറ്റുമോ? ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്തൊക്കെ പെടും? ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ വരുന്നത്? ഗുഡ് കമ്മ്യൂണിക്കേഷൻ, ഗുഡ് എന്താണ്, മറ്റു സ്റ്റാഫുകളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെ, അവരുടെ ബിഹേവിയർ, ഓക്കെ, ഫെസിലിറ്റീസ്. പിന്നെ എന്തൊക്കെയാവാം? കഴിഞ്ഞോ പോയിന്റ്? മെന്റൽ ആൻഡ് ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, പിന്നെ ഞാൻ വിചാരിച്ച പോയിന്റ് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങള്. ക്യാഷ് അല്ലെ, ഫീ. പിന്നെന്താ? നോൺ മെഡിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ എന്തൊക്കെയാവാം? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, മെഡിക്കൽ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. മെഡിക്കൽ ആയിട്ട് ബന്ധപ്പെട്ടത് മാത്രം ഒരു പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ ഉൾപ്പെടുന്നത്? പിന്നെന്തായിരിക്കാം? ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അഡ്മിനിസ്ട്രേഷൻ അല്ലെ, നോൺ മെഡിക്കൽ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ്? ഹൗസ് കീപ്പിംഗ്. എന്താണ്? ക്ലീൻ ആയിട്ടുള്ളൊരു നല്ലൊരു എൻവയോൺമെന്റ് വേണ്ടേ? അറ്റ്മോസ്ഫിയർ. അതുപോലെ എന്താണ്? ക്യാൻറ്റീൻ അല്ലെ, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാ കാര്യങ്ങളും കെയർ അല്ലെങ്കിൽ എന്താണ്, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്, ഡയറ്ററി സർവീസസ് അല്ലെ, ഗുഡ് നഴ്സിംഗ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള മെഡിക്കൽ ആയിട്ടുള്ള നോൺ മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റും അടങ്ങിയിരിക്കുന്നതാണ് ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എന്താണ്, രോഗിയുടെ സംതൃപ്തി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, എങ്ങനെയാണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇൻട്രൊഡക്ഷൻ തന്നെ നമുക്കൊരു 1.5 പേജ് വായിക്കാനുണ്ട്. ഇതിങ്ങനെ പാരാവാരം പോലെ ഇങ്ങനെ കിടക്കണേണ്. അപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോ ബോറടിക്കാൻ ചിലപ്പോ കേട്ടോ. ഓരോ വരിയിലും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോ വായിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞു തരാം. എന്നിരുന്നാൽ കൂടിയും നിങ്ങളുടെ ഇതിൽ നിന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി എടുക്കണം. ഓക്കെ ആണോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ നോക്കിക്കോളൂ. Patient satisfaction is a comparative phenomenon which has been around since the 1960s, but active research on topic was started in the late 1970s and early 1980s. എന്താണ് ഈ patient satisfaction? ചാപ്റ്റർ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഓക്കെ, അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പേഷ്യന്റിന്റെ സംതൃപ്തി അല്ലെ.
പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറഞ്ഞാല് ഈസ് എ കമ്പാരിറ്റീവ് ഫിനോമിനൻ ആണ് അല്ലെ, താരതമ്യേന ഉള്ള ഒരു പ്രതിഭാസമാണ്. ഇനി എന്താണ്, which has been around since the 1960s, but active research on topic was started in late 1970s and early 80s. അപ്പൊ എന്താ പറയുന്നത്, 1960 മുതല് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നിലവിലുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തേ. എപ്പോഴാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നിലവിൽ വന്നത്? 1960 മുതലാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നിലവിലുള്ളത്. അതുപോലെ തന്നെ 1970കളുടെ അവസാനത്തിലും 1980കളുടെ തുടക്കത്തിലും ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഈ വിഷയത്തില് സജീവമായിട്ടുള്ള ഗവേഷണം ആരംഭിച്ചു. ഓക്കെ, ഇനി എന്താണ്, this led to the substitution of idea of quantity of life by a more patient-centered concept of quality of life. ഇനി എന്താണ്, ആദ്യ കാലഘട്ടങ്ങളില് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ ഐഡിയ അതിനെ പറഞ്ഞിരുന്നത് എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നാണ്. ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാല് ജീവിതത്തിന്റെ അളവ്. പിന്നീട് ഹോസ്പിറ്റലൊക്കെ കുറച്ച് മാറി പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള കൺസെപ്റ്റിലോട്ട് വന്നു. അപ്പോ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ പറഞ്ഞിരുന്നത് എങ്ങനെയാണ്, ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരം. ഓക്കെ, രണ്ട് കാര്യങ്ങൾ പിടിയിട്ടില്ലേ? എന്തൊക്കെയാ പറഞ്ഞത്? നിലവിൽ വന്നത്, ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നിലവിൽ വന്നത് 1960ലാണ്. അതുപോലെ തന്നെ എന്താണ്, 1970കളുടെ അവസാനത്തിലും 80കളുടെ ആദ്യം തുടക്ക കാലഘട്ടത്തിലും ഈ വിഷയത്തില് സജീവമായിട്ടുള്ള ഗവേഷണങ്ങൾ ആരംഭിച്ചു. അതുപോലെ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ പറഞ്ഞിരുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നായിരുന്നു. പിന്നീട് ഹോസ്പിറ്റലൊക്കെ മാറി പേഷ്യന്റ് സെന്റേർഡ് കൺസെപ്റ്റിലോട്ട് വന്നു. അപ്പോ പറഞ്ഞിരുന്നത് എങ്ങനെയാണ്, ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരം. ഇത്രവരെ ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻകോർപ്പറേറ്റ്സ് ദ പേഷ്യന്റ് പെർസീവ്ഡ് requirements, his expectations from the health system and experience of health care. എന്താണ്, patient satisfaction incorporates. എന്താണ് incorporates എന്ന് പറഞ്ഞാല്? incorporates എന്ന് പറഞ്ഞാൽ എന്താ? ഉൾക്കൊള്ളുന്ന. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനില് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഇൻകോർപ്പറേറ്റ്സ് എന്ന് പറഞ്ഞാല് ഉൾക്കൊള്ളുന്ന കേട്ടോ, ഉൾക്കൊള്ളുന്ന. ഏതൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനില്? പേഷ്യന്റ് പെർസീവ്ഡ് റിക്വയർമെന്റ്സ്. റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യങ്ങൾ അല്ലെ, പേഷ്യൻസിന്റെ നീഡ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ ഹിസ് എക്സ്പെക്ടേഷൻസ് ഫ്രം ദ ഹെൽത്ത് സിസ്റ്റം. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെക്ടേഷൻസ് എന്താണ്? എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞാല് പ്രതീക്ഷ അല്ലെ, പ്രതീക്ഷ. ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നിന്ന് അവൻ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, അവന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്. ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ ഹെൽത്ത് കെയർ. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവം അല്ലെ. ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നിന്നും അതിന്റെ നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയറിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 3 കാര്യങ്ങളാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ ഉൾക്കൊള്ളുന്നത്. പേഷ്യന്റിന്റെ നീഡ് അല്ലെ, അല്ലെങ്കിൽ അവന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ എന്താണ്, ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നിന്ന് അവന് എന്തൊക്കെ പ്രതീക്ഷകളുണ്ട്, ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ചിട്ട് അവന് എന്തൊക്കെയാണ് പ്രതീക്ഷകളുള്ളത്. അതുപോലെ തന്നെ ഹെൽത്ത് കെയറിൽ നിന്ന് ലഭിച്ച അവന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്. അതൊക്കെയാണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ ഉൾക്കൊള്ളുന്നത്. പിന്നെ എന്താണ്,
This multi-dimensional concept consists of both medical and non-medical aspects of healthcare. ഈ മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ അല്ലെ, മൂന്ന് രീതിയിൽ നമ്മൾ പഠിച്ചില്ലേ? എന്തൊക്കെയാണ്? പേഷ്യൻസ് പെർസീവ്ഡ് റിക്വയർമെന്റ്സ്, അവന്റെ ആവശ്യങ്ങൾ, അവന്റെ പ്രതീക്ഷകൾ, അതുപോലെ തന്നെ അവന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റില് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് കെയർ. മെഡിക്കൽ നമുക്കറിയാലോ, മെഡിക്കൽ എന്താണ്? ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി നോൺ മെഡിക്കൽ ആസ്പെക്ട്സ് ഏതൊക്കെയാവാം? നമ്മൾ മുൻപ് പറഞ്ഞ കാര്യങ്ങള് ഏതൊക്കെയാണ് നോൺ മെഡിക്കൽ ആയിട്ടുള്ളത്? ചികിത്സാപരമല്ലാത്തത് ക്ലീനിങ്, ഓക്കെ, വെരി ഗുഡ്. ഹൗസ് കീപ്പിംഗ്, പിന്നെന്താ? പിന്നെ അഡ്മിനിസ്ട്രേഷൻ, ഓക്കെ, പിന്നെ ഡയറ്ററി അല്ലെ, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, ഇതൊക്കെയാണ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് നോൺ മെഡിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റിൽ വരുന്നത് കേട്ടോ. നോൺ മെഡിക്കൽ ആസ്പെക്റ്റില് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ എഴുതി വെച്ചോ, അറിയാത്തവർ എഴുതി വെക്കാം. ഹൗസ് കീപ്പിംഗ്, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ, ഡയറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ നോൺ മെഡിക്കലില് വരുന്നത്. അപ്പോ മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് കെയർ. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാല് ഒരു താരതമ്യേനയുള്ള ഒരു പ്രതിഭാസമാണ്. ഇത് നിലവിൽ വന്നത് 1960-ലാണ്. അതുപോലെ തന്നെ 1970-കളുടെ അവസാനത്തിലും 80-കളുടെ തുടക്കത്തിലും ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വിഷയത്തില് ഗവേഷണങ്ങൾ ആരംഭിച്ചു. പിന്നെ എന്താണ്? ആദ്യ കാലഘട്ടങ്ങളില് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞിരുന്നത് ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നാണ്. എന്താണ്? ജീവിതത്തിന്റെ അളവ്. പിന്നീട് ഹോസ്പിറ്റലൊക്കെ കൂടുതൽ പേഷ്യന്റ് സെന്റേർഡ് കൺസെപ്റ്റിലോട്ട് വന്നു. പിന്നീട് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ പറഞ്ഞിരുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരം. അതുപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ ഉൾക്കൊള്ളുന്ന 3 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? പേഷ്യന്റിന്റെ ആവശ്യങ്ങള്, അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻസ്, അവന്റെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, അതുപോലെ അവരുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്, അനുഭവങ്ങള്, അതൊക്കെയാണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ ഉൾക്കൊള്ളുന്നത്. അതുപോലെ തന്നെ മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് ഉൾക്കൊള്ളുന്ന 2 കാര്യങ്ങളാണ് ഉള്ളത്. മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ആസ്പെക്ട്സ്. മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചികിത്സാപരമായിട്ടുള്ളത്, അതുപോലെ തന്നെ നോൺ മെഡിക്കല് എന്താണ്? ചികിത്സാപരമല്ലാത്ത കുറച്ച് കാര്യങ്ങള്. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ ഫസ്റ്റ് പാരഗ്രാഫ്. അടയാളപ്പെടുത്തി വെക്കേണ്ടത്, മാർക്ക് ചെയ്ത് വെക്കേണ്ടത് 1960s അല്ലെ നിലവിൽ വന്ന പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നിലവിൽ വന്നത് 1960s-ലാണ്. അതുപോലെ ആ ക്വാളിറ്റി ഓഫ് ലൈഫും ക്വാളിറ്റി ഓഫ് ലൈഫ് ഒന്ന് അടിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം, അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ടോ. അതുപോലെ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻകോർപ്പറേറ്റ്സ് പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, അതും ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.
ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കി. Patient satisfaction is a measure of extent to which a patient is satisfied with the health care which they got. എക്സാം നിങ്ങൾക്ക് അറിയില്ല, പോർഷൻസ് തീരട്ടെ. ഫെബ്രുവരി ആകുമ്പത്തിനും 3 പോർഷൻ കംപ്ലീറ്റ് ആക്കും നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയിക്കൂ കേട്ടോ എക്സാമിന്റെ കാര്യം. നോക്കിക്കോളൂ കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ മെഷർ of the extent to which a patient is satisfied with the health care which they got from their health care provider. ആരാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാല്? ആരായിരിക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്? ആരായിരിക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്? ഹോസ്പിറ്റലിലുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആര്? ഡോക്ടർ, നഴ്സ് അല്ലെ? ഫിസിഷ്യൻസ് അല്ലെങ്കിൽ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ എന്താണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ്. ഓക്കെ, അപ്പോ ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഹെൽത്ത് കെയറില് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് മെഷർ ചെയ്യുന്നതാണ് എന്ത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അവരിൽ നിന്ന് കിട്ടുന്ന നല്ല ഗുണനിലവാരമുള്ള ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഹെൽത്ത് കെയർ ആണെങ്കിൽ അവൻ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ലേ? അതും എന്ന് പറയാൻ പറ്റും നമുക്ക്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാൻ പറ്റില്ലേ? അതാണ് ഈ സെന്റൻസിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്ന് കിട്ടുന്ന ഹെൽത്ത് കെയറിൽ ആ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് അളക്കുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഇനി സെക്കൻഡ് പോയിന്റ് പറയട്ടെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് കൺസേൺ വിത്ത് ഹൗ പേഷ്യന്റ് അസസ് the quality of their health care experience. ഇനി എന്താണ്? ഇനി ആ പേഷ്യന്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവന് ഹെൽത്ത് കെയറിൽ നിന്ന് കിട്ടുന്ന അനുഭവത്തിൽ നിന്ന്, അവന്റെ എക്സ്പീരിയൻസിൽ നിന്ന് അവൻ തന്നെ വിലയിരുത്തുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഒരു പേഷ്യന്റിന് ഹെൽത്ത് കെയർ ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള ഹെൽത്ത് കെയർ ലഭിക്കുമ്പോൾ അവന് അതിൽ എക്സ്പീരിയൻസ് ആവുന്നുണ്ട് അല്ലെ? അനുഭവം ലഭിക്കുന്നുണ്ട്. ആ അനുഭവം അവൻ തന്നെ വിലയിരുത്തുന്നതാണ് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആയോ? 2 പോയിന്റും ഞാൻ പറഞ്ഞു. ഓരോ വാക്കിലും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ബോറടിക്കാം. ഓക്കെ, എന്നിരുന്നാലും നമ്മൾ പഠിക്കണ്ടേ? ഓക്കെ, 2 സെന്റൻസ് നോക്കിയാണോ? ഡൗട്ട് വരുന്നുണ്ടോ? ഫസ്റ്റ് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഹെൽത്ത് കെയറില് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് മെഷർ ചെയ്യുന്നതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത് പറഞ്ഞത് എന്താണ്? ഒരു പേഷ്യന്റിന് ലഭിച്ച ഹെൽത്ത് കെയറില് അവന് എക്സ്പീരിയൻസ് ആവുന്നുണ്ട് അല്ലെ? അനുഭവം ലഭിക്കുന്നുണ്ട്. ആ അനുഭവം അവൻ തന്നെ വിലയിരുത്തുന്നു. ആ വിലയിരുത്തലാണ് എന്ത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. ഇറ്റ് ഈസ് increasingly being evaluated in surveys of healthcare settings as a maker of quality of care together with other dimensions of quality like access, relevance to requirements, effectiveness and efficiency. ഇനി എന്താണ്? നമ്മള് ഇപ്പോ എന്താ അവിടെ ഇൻപേഷ്യൻസിനായാലും അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസിൽ നിന്നായാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സർവേ ഹോസ്പിറ്റലുകാരെ കണ്ടക്ട് ചെയ്യും. സർവേയിൽ നമുക്കറിയാലോ, സർവേ എന്താണ്? കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ നിന്ന് അവർ ആൻസർ ചെയ്യണം അല്ലെ? അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യണം. അതല്ലേ സർവേ എന്ന് പറഞ്ഞാല്?
ആണോ? പഠിച്ചിട്ടുണ്ടോ? നമ്മള് മാർക്കറ്റിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഓക്കെ. അപ്പൊ സർവേ നടത്തും. അങ്ങനെ സർവേ നടത്തിയിട്ട് അവരിൽ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലുകാര് വിലയിരുത്തുന്നുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന ഹെൽത്ത് കെയർ നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. ഇനി എന്തെങ്കിലും മറ്റു കെയറുകളിൽ എന്തെങ്കിലും ഇംപ്രൂവ് ആക്കേണ്ടതുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങള് വിലയിരുത്തുന്നതും എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലുകാരെ കണ്ടക്ട് ചെയ്യുന്ന സർവേയിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഫീഡ്ബാക്ക് എടുത്ത് അതിൽ നിന്നും സാറ്റിസ്ഫാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ ആണോ? അപ്പൊ 3 കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞത്. എന്തൊക്കെയാ പറഞ്ഞത്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഹെൽത്ത് കെയറില് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് മെഷർ ചെയ്യുന്നു. അതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേഷ്യന്റിന് കിട്ടുന്ന ഹോസ്പിറ്റലുകാർ കൊടുക്കുന്ന ഹെൽത്ത് കെയറിൽ നിന്നും അവന് ലഭിക്കുന്ന എക്സ്പീരിയൻസ് വഴി അവൻ സ്വയം വിലയിരുത്തുന്നു. അതും എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല പല സർവേകൾ, ചോദ്യങ്ങള് അതിൽ നിന്നും സർവേ കണ്ടക്ട് ചെയ്ത് അവരിൽ നിന്നും കിട്ടുന്ന പേഷ്യൻസിൽ നിന്നും കിട്ടുന്ന ആൻസറിൽ നമ്മൾ എന്താണ് ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടാണോ കൊടുക്കുന്നത് എന്ന് നമുക്ക് ആ സർവേയിലൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ ആണോ? പാരഗ്രാഫ് ഒന്ന് വായിച്ചേ, വായിച്ചു നോക്കൂട്ടോ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോളൂ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ വൈറ്റൽ മെട്രിക് ഓഫ് ടു സ്കെയിൽ ഓൾ ഓവർ ഹെൽത്ത് കെയർ ക്വാളിറ്റി. എന്താ പറഞ്ഞത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ വൈറ്റൽ മെട്രിക് ടു സ്കെയിൽ ഓൾ ഓവർ ഹെൽത്ത് കെയർ ക്വാളിറ്റി. ഒരു ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് കെയർ ക്വാളിറ്റി അളക്കുന്നതിനുള്ള ഒരു അളവുകോല്. മെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അളവല്ലേ? അളവുകോലാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ എന്താണ്? ഒരു അസറ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഹോസ്പിറ്റലുകളില്. എന്താണ്? പേഷ്യന്റ് ഉണ്ടായാലേ നമുക്ക് ഹോസ്പിറ്റലുകൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് പബ്ലിക്കിന്റെ ഇടയിൽ നിലനിൽക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് എന്ത് വേണം? അവരെന്താ ചെയ്യേണ്ടത്? നല്ല ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള ഹെൽത്ത് കെയർ ഓരോ പേഷ്യന്റിനും പ്രൊവൈഡ് ചെയ്യണം. അപ്പോ ഇവിടെ പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്താണ് പറയുന്നത്? ഒരു ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് കെയർ ക്വാളിറ്റി അളക്കാനായിട്ടുള്ള അളവുകോലാണ് എന്ത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഒരു ഹോസ്പിറ്റല് കൊടുക്കുന്ന നല്ല രീതിയിൽ മികച്ചതായിട്ടുള്ള ഗുണനിലവാരത്തോട് കൂടിയിട്ടുള്ള കെയർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത് എങ്ങനെയാണ്?
പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിലൂടെയാണ്. With the help of patient satisfaction survey, continuous measuring of patient satisfaction and enhancing patient experience can be achieved. നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഹോസ്പിറ്റൽസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ സർവേയിലൂടെ നമുക്ക് എന്താ മെഷർ ചെയ്യാൻ പറ്റുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നതിലൂടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കണ്ടിന്യൂസ് ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്? ഇറ്റ് ഈസ് എ വാല്യുബിൾ ടൂൾ ടു ഗാസ് പേഷ്യന്റ് ഫീഡ്ബാക്ക് വിത്തൗട്ട് മച്ച് എഫേർട്ട്. എന്താണ് വാല്യുബിൾ ടൂൾ ആയിട്ട് ഇവിടെ പറയുന്നത്? എന്താവാം വാല്യുബിൾ ടൂൾ എന്ന് പറയുന്നത്? It is a valuable tool to catch the patient feedback. അല്ലെ, ഇതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് ഫീഡ്ബാക്ക്. ഓക്കെ, നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നത് അല്ലെ. അപ്പോ വാല്യുബിൾ ടൂൾ ആയിട്ട് ഇവിടെ പറയുന്നത് എന്തിനെയാണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. ഓക്കെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേനെയാണ് വാല്യുബിൾ ടൂൾ ആയിട്ട് ഇവിടെ പറയുന്നത്. അതിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് ഓരോ ഹോസ്പിറ്റലുകാരും നല്ല രീതിയിലാണോ കെയർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? വിത്തൗട്ട് മച്ച് എഫേർട്ട് അല്ലെ. നമ്മളിങ്ങനെ സർവേ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിലുള്ള എഫേർട്ട് എടുക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഓരോ ക്വസ്റ്റ്യൻസിനും അവർ ആൻസർ ചെയ്ത് അതിന് ഫീഡ്ബാക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള എഫേർട്ട് ഒന്നും ഇതിന് ആവശ്യമില്ല. ഇനി എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വാസ് വാല്യൂഡ് ബൈ എ ക്വസ്റ്റ്യനെയർ ഡെവലപ്ഡ് വിത്ത് പേഷ്യൻസ് which gathered information about the time to spend at appointments, travel cost and the perception of quality of service, etc. എന്താ പറയുന്നത്? ഇങ്ങനെ നമ്മള് ക്വസ്റ്റ്യനെയേഴ്സ് സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനെയേഴ്സ് തയ്യാറാക്കണം എന്ന് പറഞ്ഞില്ലേ? ആ ക്വസ്റ്റ്യനെയേഴ്സിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? എന്തൊക്കെ വിവരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം? എന്തൊക്കെയാണ്? നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടല്ലേ? എന്താണ്? നിങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് കൂടുതൽ ടൈം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അല്ലെങ്കിൽ മെഡിസിൻസ് വാങ്ങിക്കുമ്പോൾ അവിടെ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് രോഗികൾക്ക് കൊടുക്കുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുമ്പോൾ ഇത്രയും ഇൻഫർമേഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻസ് തയ്യാറാക്കേണ്ടത്. നോക്കിയേ, ടൈം സ്പെൻഡ് അറ്റ് ദ അപ്പോയിന്റ്മെന്റ് അല്ലെ. എത്ര ടൈം അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് കൂടുതൽ ടൈമുകൾ സ്പെൻഡ് ചെയ്തോ? എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ചോദിക്കാറില്ലേ? അതുപോലെ ട്രാവൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ചില ഹോസ്പിറ്റലുകളില് നല്ല ഫെസിലിറ്റീസ് സൗകര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേറെ ഹോസ്പിറ്റലിലോട്ട് രോഗികളെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാറില്ലേ? അതാണ് ഒരു ട്രാവൽ കോസ്റ്റ് ആയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഇപ്പോ ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ട് അല്ലെ, ഇൻവെസ്റ്റിഗേഷൻ, നമ്മൾ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ഒക്കെ നടത്താറില്ലേ? അതുപോലെ MRI. ചിലപ്പോ എന്താണ്? ചില ഹോസ്പിറ്റലുകളിലൊക്കെ എന്താണ്? ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വേറെ ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാറില്ലേ? അതും എന്താണ്? ട്രാവൽ കോസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതൊക്കെയാണ് ഈ ട്രാവൽ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി എന്താണ്? പെർസെപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ധാരണകൾ അല്ലെ. ക്വാളിറ്റി സർവീസ്, അതിന്റെ ഒരു രോഗിക്ക് ക്വാളിറ്റി സർവീസ് നൽകുന്നതിന്റെ ധാരണകൾ, അവരുടെ ധാരണകൾ എന്തൊക്കെയാണ്? ക്വാളിറ്റി സർവീസിനെ കുറിച്ചുള്ള ധാരണകൾ എന്തൊക്കെയാണ്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുമാണ് ഈ ക്വസ്റ്റ്യനെയറിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ ഈ പാരഗ്രാഫ്? എന്തൊക്കെയാ പറഞ്ഞത്? ഒരു ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് കെയർ ക്വാളിറ്റി അളക്കുന്നതിനുള്ള അളവുകോലാണ് എന്ത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് നമ്മള്
നല്ല രീതിയിൽ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, ബെറ്റർ ആയിട്ടാണോ നമ്മൾ കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഫീഡ്ബാക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കിട്ടും. ഓക്കെ, വെരി ഗുഡ്. എന്താണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാൽ വാല്യുബിൾ ടൂൾ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കിട്ടോ. ക്വസ്റ്റ്യൻ വരാം, വാല്യുബിൾ ടൂൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാല്യുബിൾ ടൂൾ ഏതാണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണ്. അതുപോലെ തന്നെ എന്താണ്, ഇങ്ങനെയുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ ചില ക്വസ്റ്റ്യനേഴ്സുകൾ ഉൾപ്പെടുത്താറുണ്ട് അല്ലെ. ക്വസ്റ്റ്യൻ ആണ് സർവേയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യാറ്. അപ്പൊ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? അപ്പോയിന്റ്മെന്റ്സ് എടുക്കുമ്പോൾ നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് അല്ലെ, ഡോക്ടറെ കാണാൻ വേണ്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്യും. സർവേകൾ നമ്മൾ ഇനി പഠിക്കും കേട്ടോ, വരുന്ന ഭാഗങ്ങളിൽ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ട്രാവൽ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതുപോലെ എന്താണ് എന്താണ് ക്വാളിറ്റി സർവീസിനെ കുറിച്ചുള്ള ഈ പേഷ്യന്റിന്റെ ധാരണകൾ, പെർസെപ്ഷൻസ് എന്തൊക്കെയാണ്. അപ്പൊ അങ്ങനെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യനെയറുകളായിരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ. നാളെ വരുമ്പോ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, നിങ്ങൾ തന്നെ വായിച്ച് പഠിക്കണോട്ടോ, അല്ലെങ്കിൽ ക്ലിയർ ആവില്ല. നമ്മൾ വായിച്ച് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു പാഠഭാഗമാണിത്. കുറേ അധികം വായിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു.